ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സീ ഫുഡ് ഡിഷാണ്. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാരാണ് ഫോഴ്സ്ഫുള്ളി അത് കഴിക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. നമ്മുടെ ചെമ്മീനാണ്, ഓർ പ്രോൺസ്. പ്രോൺസ് എന്ന് പറയും ചില ആൾക്കാർ, ഷ്രിംസ് എന്ന് പറയും. അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പ്രോൺസും ഷ്രിംസും തമ്മിലൊരു വ്യത്യാസം എന്താണ്? അത് വളരെ സ്ട്രെയിഞ്ച് ചോദ്യമാണ്. പ്രോൺസ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രോൺസ് ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന ചെമ്മീനാണ് പ്രോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ഷ്രിംസ്, കമേഴ്ഷ്യലായിട്ട് ഷ്രിംസ് എന്ന് പറയുന്നത് കായൽ, അതായത് ബ്രാക്കിഷ് വാട്ടർ, അത് കായൽ വെള്ളത്തിലും അല്ലെങ്കിൽ കടലിൽ ജീവിക്കുന്ന ചെമ്മീനാണ്. ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെമ്മീനിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ പ്രിപ്പറേഷന് വേണ്ടി കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ കമ്പനിയിലെ ചെമ്മീൻ തന്നെയാണ്. ഇത് പീൽഡ് ഷ്രിംസ് എന്ന് പറയും. അതായത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് അതിൻ്റെ ചെമ്മീൻ്റെ നടുക്കുള്ളൊരു വെയിനും കളഞ്ഞ് ആണ്. ഇത് സൈസ് 4150 എന്ന് പറയും. അതായത് ഒരു പൗണ്ടിൽ 454 ഗ്രാമിൽ 40 തൊട്ട് 50 പീസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൗണ്ടിങ് ഒക്കെ പൗണ്ടിലാണ്. ഈ ക്ലീൻഡ് ആയ ചെമ്മീനുകളുടെ കൗണ്ടെല്ലാം പൗണ്ടിലാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ USA പോയിരുന്നപ്പോൾ അവരുടെ ഒരു സിസ്റ്റമാണ് പൗണ്ടിൽ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത്. കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്തിരുന്നത് USA ആയിരുന്നു ചെമ്മീൻ പോയിരുന്നത്. ഏഷ്യയിൽ നിന്ന്, തായ്ലൻഡിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നൊക്കെ USA ആയിരുന്നു ബിഗർ മാർക്കറ്റ്. യൂറോപ്പും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പൗണ്ടിൽ, USA പൗണ്ടിലെ കൗണ്ട് വേണ്ടിയിരുന്നത്. ഹെഡ് ഓൺ ചെമ്മീനാണെങ്കിൽ, അതായത് ഹോളായിട്ടുള്ള ചെമ്മീനെല്ലാം കിലോയിലാണ്. കിലോയിൽ എത്ര പീസ് ഉണ്ട് എന്നാണ് വെച്ചിട്ടാണ് അവരുടെ കൗണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകണ്ട. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി ഒരു ചെമ്മീൻ റോസ്റ്റാണ്. കൊടംപുളി ഇട്ടിട്ട്, നമ്മുടെ നാടൻ കൊടംപുളി ഇട്ടിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. വളരെ സിമ്പിളായ റെസിപ്പിയാണ്. ആ കൊടംപുളി എത്രത്തോളം ഇമ്പോർട്ടൻറ്റ്, ഗാർസീനിയ എന്ന് പറയും, ഗാർസീനിയ കംബോജിയ, അത് എത്രത്തോളം ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫുഡ് സപ്ലിമെൻറ്റ്സ് കൊടംപുളി ഉണക്കി പൊടിച്ച് എത്ര പേർക്ക് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് അതിൻ്റെ പ്രൈസൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഫാർമസ്യൂട്ടിക്കൽസിലൊക്കെ അതിൻ്റെ പ്രൈസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അപ്പോൾ കൊടംപുളി ഇട്ട് ഒരു സോറായിട്ടുള്ള ഒരു റോസ്റ്റ്, ഒരു തിക്ക് റോസ്റ്റ് ആയിട്ടുള്ള, ഒരു തിക്ക് ഗ്രേവിയുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഷ്രിംസാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, കമേഴ്ഷ്യലി ഉപയോഗിക്കുന്നതും അത് ഫാം ചെയ്യുന്നതും. വേൾഡ് ഓവർ ട്രോൾ വലകളിൽ പിടിച്ച് കിട്ടുന്ന ചെമ്മീനും ഉണ്ട്, ഫാം ചെയ്ത ചെമ്മീനുണ്ട്, അക്വാകൾച്ചറിലൂടെ ഫാം ചെയ്ത ചെമ്മീനുകളുണ്ട്. ചെമ്മീൻ ഏറ്റവും നിലത്ത് ജീവിക്കുന്ന ജീവിയാണ്. അത് വെള്ളത്തിൻ്റെ മുകളിലുണ്ടാവില്ല, ഉപരിതലത്തിലുണ്ടാവില്ല, നിലത്ത് ജീവിക്കുന്ന ജീവി. അപ്പോൾ അതിനെയാണ് നിലത്ത് നിന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെമ്മീൻ കഴിക്കുമ്പോൾ അതിൻ്റെ ദേഹത്ത് ചെമ്മീൻ്റെ മോൾ ഭാഗം പറയുന്നത് കാരപ്പേസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ മോൾ ഭാഗത്ത് പറയുന്നത് കാരപ്പേസ്, പിന്നെ അതിൻ്റെ ബോഡി, പിന്നെ അതിൻ്റെ ടെയില്, പിന്നെ അതിൻ്റെ ഫിൻസ് ഉണ്ട്. ഈ കാരപ്പേസിനകത്താണ് അതിൻ്റെ പാൻക്രിയാസും ഡൈജസ്റ്റീവ് സിസ്റ്റവും അതിൻ്റെ ഹാർട്ടും അതിൻ്റെ എല്ലാം ബോഡിലി ഓർഗൻസും. നമ്മുടെ ഒരു ടേമിൽ ഒരു ഞരമ്പ് പറയും, വെയിൻ എന്ന് പറയും. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി ഇൻഡസ്റ്റൈൻ ആണ്. ഒരു ഇൻഡസ്റ്റൈൻ ട്യൂബ് പോകുന്നുണ്ട്. ആ ട്യൂബിൽ ഈ ചെമ്മീൻ കഴിച്ച ഫുഡ് ഐറ്റംസ് ഉണ്ടാവും മോസ്റ്റ്ലി. അപ്പോൾ അതുകൊണ്ടാണ് ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴിക്കുന്നത്. വലിയ ചെമ്മീനുകളെല്ലാം ക്ലീൻ ചെയ്ത് കഴിക്കാൻ ദേ ക്യാൻ ബി കണ്ടാമിനേഷൻ, അവർക്ക് ഫുഡ് പോയ്സണിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ചെമ്മീൻ്റെ അത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുമ്പോൾ അതിന് ഡീവെയിനിങ് എന്നാണ് പറയാം. ഈ ചെമ്മീനിലെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. അതൊന്ന് ഹോൾ ആയിട്ടുള്ള ചെമ്മീൻ, ഫസ്റ്റ് ഹോൾ ആയിട്ടുള്ള ചെമ്മീൻ, കംപ്ലീറ്റ്ലി ഹോൾ ആയിട്ടുള്ള ചെമ്മീൻ. പിന്നെ തല മാത്രം റിമൂവ് ചെയ്തിട്ടുള്ള ഹോൾ ആയിട്ടുള്ള ചെമ്മീനെ ഹെഡ് ഓൺ എന്ന് പറയും, അല്ലെങ്കിൽ ഹെഡ് ഓൺ ഷെൽ ഓൺ എന്ന് പറയും. പിന്നെ അതിന് തല മാത്രം റിമൂവ് ചെയ്തിട്ടുള്ള, വെയിൻ ഒന്നും റിമൂവ് ചെയ്യില്ല, ജസ്റ്റ് ഹെഡ് ഓൺ അതിന് ഹെഡ്ലെസ് എന്ന് പറയും, ഹെഡ്ലെസ് ഷെൽ ഓൺ എന്ന് പറയും. ഇനി ആ ഹെഡ്ലെസ് ഷെൽ ഓണിൽ തന്നെ അവർ ഒരു ഷാർപ്പ് നൈഫ് വെച്ചിട്ട് ആ വെയിൻ റിമൂവ് ചെയ്യും. ആ ബ്ലാക്ക് ട്യൂബ് ബോഡിയുള്ള വെയിൻ റിമൂവ് ചെയ്യും. അതിന് ഹെഡ്ലെസ് EC പീൽ എന്ന് പറയും.
അല്ലെങ്കിൽ വെറും ECP എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നത് ഹെഡ്ലെസ് തന്നെയാണ്, പക്ഷെ ആ വെയിൻ റിമൂവ് ചെയ്തേക്കാണ്. ഗ്രില്ലിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. മിക്ക ആൾക്കാരും ആ വെയിൻ കളഞ്ഞിട്ട് അത് ആ ഷെല്ലോട് തന്നെ ഗ്രില്ല് ചെയ്യാറാണ് ചെയ്യുക. ആ ചെമ്മീൻ ആ ഷേപ്പിൽ കുറച്ച് നിൽക്കുകയും ചെയ്യും. ചെമ്മീൻ കേൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ചെമ്മീൻ്റെ മസിൽ കേൾ ചെയ്യും ഹീറ്റ് ആകുമ്പോൾ. അപ്പോൾ അതിൽ അവർ സ്ക്യൂവേഴ്സ് കുത്തിവെച്ച്, വുഡൻ സ്ക്യൂവേഴ്സ് കുത്തിവെച്ച് അത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെറ്റൽ സ്ക്യൂവേഴ്സ് വെച്ചിട്ട് ഗ്രില്ല് ചെയ്ത് കുത്തിവെച്ച് കഴിഞ്ഞാൽ അത് ആ ഷേപ്പിൽ നിൽക്കും, സ്ട്രൈറ്റ് ഷേപ്പിൽ നിൽക്കും. ഇത് പീൽഡ് ഡീവെയിൻഡ്, അതായത് പീൽഡ് ഡീവെയിൻഡ് ഫോമാണ്. അതിനെ പീൽ ചെയ്തിട്ടുണ്ട്, നമ്മളതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ടുണ്ട്. ഈ ബാക്ക് ഭാഗത്താണ്, ഈ ബാക്ക് ഭാഗം ഇവിടെ ആയിട്ടാണ് വെയിൻ വരുന്നത്. അവിടെ അവർ കട്ട് ചെയ്തിട്ട് ആ വെയിൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെയിൽ ഓൺ ഒരു പ്രോസസ്സ്, പീൽഡ് ഡീവെയിൻഡ് ടെയിൽ ഓൺ, PD ടെയിൽ ഓൺ എന്ന് പറയും. അത് ആക്ച്വലി യു ക്യാൻ ഇഫ് യു ഫ്രൈ ദ PD ടെയിൽ ഓൺ, നമുക്ക് അതിൻ്റെ ആ ടെയിലിൽ പിടിച്ച് നമുക്ക് യു ക്യാൻ ഹാവ് ഇറ്റ് ആസ് എ ഫിംഗർ ഫുഡ്, ബേസിക്കലി ഫിംഗർ ഫുഡ്. ഈ പീൽഡ് ചെമ്മീൻ ബേസിക്കലി കൂടുതലായിട്ട് പോകുന്നത് in rices, in fried rices, in biryanis, mixed fried riceൻ്റെ കൂടെയൊക്കെ പോകുന്നതാണ് ഈ പീൽഡ് ആയിട്ടുള്ള ചെമ്മീൻ. PD ടെയിൽ ഓൺ ഏറ്റവും സ്മോൾ ഫോം ഓഫ് ചെമ്മീൻ ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ വെയിൻ റിമൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് 100-200 സൈസ് തൊട്ടാണ് ബേസിക്കലി. അതിന് കോക്ടെയിൽ ഷ്രിംസ് എന്ന് പറയും, ബേബി ഷ്രിംസ് എന്ന് പറയും, ബേബി അൺപീൽഡ് ഷ്രിംസ് ആണത്. PUD എന്ന് പറയും, പീൽഡ് ആൻഡ് അൺഡീവെയിൻഡ്. നമുക്ക് വേണ്ടത് നമ്മുടെ ഇന്നത്തെ ഡിഷിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡിഷിലേക്ക് പോകുമ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് കുടംപുളി വെച്ചിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ കുടംപുളിയും തക്കാളിയും യൂസ് ചെയ്യുന്നുണ്ട് സോറായിട്ട്, ഇതിനു വേണ്ടി ഒരു സോർനെസ് ആഡ് ചെയ്യാൻ വേണ്ടി. അതൊരു ട്രഡീഷണൽ ഡിഷാണ്, കേരളത്തിലെ ട്രഡീഷണൽ ഡിഷാണ്. ആദ്യം അതൊന്ന് ഫ്രൈ ചെയ്ത് റോസ്റ്റ് ആക്കിയിട്ട് പിന്നെ ഒണിയനും ടൊമാറ്റോവും പുളിവെള്ളം അല്ലെങ്കിൽ കുടംപുളി വെള്ളം വെച്ച് അതിനെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുന്ന, ഡ്രൈ ഗ്രേവി ആക്കി എടുക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. റൈസിനും അതുപോലെ തന്നെ അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാവുന്ന. എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് കേൾക്കണം ആണെങ്കിൽ നിങ്ങൾ പ്ലീസ് ഷെയർ ചെയ്യുക, നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വ്യൂ ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് I can make more videos, tell you more thing about seafood, and we can enjoy a good time. Thank you.